കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആബാലവൃദ്ധം ജനങ്ങളും ഇതാ പ്രധാനമന്ത്രിയെ കാണാൻ അഭിവാദ്യമർപ്പിക്കാൻ പാലക്കാടിന്റെ നഗരവീഥികളിൽ കാത്തു നിൽക്കുന്നു. 900 മീറ്റർ നീളുന്ന റോഡ് ഷോയാണ് പ്രധാനമന്ത്രി ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. 900 മീറ്ററോളം ഈ റോഡ് ഷോ നീളും. വളരെ പതുക്കെയാണ് ആ വാഹനം കടന്നു പോകുന്നത്. അദ്ദേഹം പലപ്പോഴും 1/4 മണിക്കൂർ സമയമൊക്കെ എടുത്താണ് ഈ റോഡ് ഷോ ഒരു പക്ഷേ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കോട്ട മൈതാനത്ത് നിന്ന് 5 വിളക്കിലെത്തുന്ന മോദി അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് റോഡ് ഷോയിൽ തുടങ്ങിയത്. 5 വിളക്ക് മുതൽ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്തുള്ള ദൂരമാണ് നരേന്ദ്രമോദി പിന്നിടുക. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. പാലക്കാട് പോലെ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് എന്നതും ചേർത്ത് വായിക്കണം ഇതിനോട്. കാരണം പാലക്കാട് ക്രമാനുഗതമായി പാർട്ടിക്ക് വളർച്ചയുള്ള ഒരു മണ്ഡലമാണ്. പാലക്കാട്ടെ പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തുണ്ട്. CPMന്റെ കോട്ടയായ മലമ്പുഴയിൽ അടക്കം 2ാം സ്ഥാനത്ത് BJP ആണ്. പാലക്കാട് 2ാമത് വന്നത് BJP ആണ്. ഈ സാഹചര്യത്തിലൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഇവിടെ പാലക്കാടൻ മണ്ണിൽ എത്തുന്നത്. ഇരുവശത്തുമുള്ള പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡിന് ചുറ്റും 2 ഭാഗത്തും തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതാ കടന്നു പോകുന്നു. വളരെ പതിയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത്. കടകളിലും മറ്റും കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും കാത്തു നിൽക്കുന്ന BJP അനുഭാവികളെ, പ്രവർത്തകരെ, മോദിയുമായി ബന്ധപ്പെട്ട മോദിയുടെ ആരാധകരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കുന്നു. വലിയ സുരക്ഷയിലാണ് പാലക്കാട്. 5 വിളക്ക് മുതൽ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ഈ റോഡ് ഷോ നീളും. ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. मोबाइल का तो कह लो വളരെ ആവേശത്തോടെയാണ് പ്രവർത്തകർ മോദിയുടെ ഈ റോഡ് ഷോയ്ക്ക് ചുറ്റും അണിനിരക്കുന്നത് എന്നുള്ളതാണ്. ഇരുവശത്തും ജനങ്ങളുടെ വലിയ കൂട്ടം, പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ട്. പാലക്കാട്, തൃശൂർ, പൊന്നാനി തുടങ്ങിയ സമീപ മണ്ഡലങ്ങളിലെല്ലാം ഈ വരവും ഈ റോഡ് ഷോയും ചലനങ്ങളുണ്ടാക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നുമുണ്ട്.